ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീട്ടിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ പൊള്ളാച്ചിയും പഴനിമലയും എല്ലാം കടന്ന് പുലർച്ചെ അല്ല, ഒരു 12 മണിക്കൊക്കെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് രാത്രി. അപ്പോൾ ആ സമയത്ത് ഇറങ്ങിയ ആ ഒരു യാത്ര നമ്മളങ്ങനെ കൊടൈക്കനാൽ ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു 300 കിലോമീറ്ററിന് മുകളിൽ യാത്രയുണ്ട് നമുക്ക്. അപ്പോൾ നമുക്കിനി കാഴ്ചയിൽ കാണാം. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ഇവിടെ നിന്നാക്കാമെന്ന് വിചാരിച്ചു. നല്ല ചൂട് ആവി പറക്കുന്ന ഇഡ്ഡലി കഴിച്ചുകൊണ്ട് തുടങ്ങാം. നല്ല ചൂട് ചായയും ഇഡ്ഡലിക്ക് വേണ്ടി ഞങ്ങളങ്ങനെ വെയിറ്റ് ചെയ്തു. നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് ഞങ്ങളങ്ങനെ യാത്ര കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വന്നത് തൃശ്ശൂർ, പൊള്ളാച്ചി, പഴനിമല ആ ഒരു റൂട്ടിലാണ് വരുന്നത്. വരുന്ന വഴിയിൽ പോലീസ് ചെക്കിങ് ഒരുപാടുണ്ടായിരുന്നു, തമിഴ്നാട് പോലീസിൻ്റെ. വെറും ആൾക്കാരുടെ നിന്ന് പൈസ എങ്ങനെ പറ്റിച്ച് മേടിക്കാം എന്നൊരു ചിന്താഗതി മാത്രമേ അവർക്കുള്ളൂ. അത്രയും മോശം പോലീസ് തന്നെയാണ് ഇവിടുത്തെ. അപ്പോൾ നിങ്ങളെല്ലാ ഡോക്യുമെൻറ്റ്സും എല്ലാ കാര്യങ്ങളും പക്കയായിട്ട് ക്ലിയറായിട്ട് കയ്യിലുണ്ടെന്നുള്ളത് ഉറപ്പ് വരുത്തുക. ഉണ്ടെങ്കിലും അവരെങ്ങനെയും എന്തെങ്കിലും പറഞ്ഞ് പൈസ മേടിക്കും, അത് വേറെ കാര്യം. അപ്പോൾ മാക്സിമം നിങ്ങൾ 100-200 കൈ പിടിക്കുക. എന്നിട്ട് അതുള്ളൂ എന്ന് പറഞ്ഞാൽ എങ്ങനെയും പറഞ്ഞ് അവരെ കയ്യിൽ കൊടുപ്പിക്കുക. ഞങ്ങൾ തൊട്ട് മുന്നിൽ പോയ കുറച്ച് വണ്ടിക്കാരെന്നൊക്കെ നല്ലൊരു സംഖ്യയാണ് അവർ ഫൈനായിട്ട് എഴുതി മേടിച്ചത്. അപ്പോൾ ആ ഒരു കാര്യം എല്ലാ കൊടൈക്കനാലിൽ വരുന്ന നല്ല മലയാളി സുഹൃത്തുക്കളും എല്ലാവരും ശ്രദ്ധിക്കുക. ഈ കാണുന്ന എൻട്രൻസ് ആണ് നമ്മുടെ കൊടൈക്കനാലിൻ്റെ ആ ഒരു മെയിൻ എൻട്രൻസ് എന്ന് പറയുന്നത്. ഇവിടെ മുതലാണ് നമ്മുടെ കൊടൈക്കനാൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നേരെ കയറിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് റൈറ്റ് സൈഡിലായിട്ടൊരു വാട്ടർഫോൾസൊക്കെ കാണാം. ഇതാണ് നമ്മുടെ ഇവിടുത്തെ ഫസ്റ്റ് സൈറ്റ് സീൻ എന്ന് പറയുന്നത്. നമുക്കിത് കണ്ടുകൊണ്ട് വേണം കൊടൈക്കനാലിൻ്റെ ഭംഗികൾ ആസ്വദിക്കാനായിട്ട് ഇവിടെ വരുന്നവർ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. നമുക്കിവിടെ വണ്ടി സൈഡാക്കിയിട്ട് ഇതിൻ്റെ കാഴ്ചകളൊക്കെ കാണാം. മാക്സിമം കൊടൈക്കനാൽ വരുന്നവർ മുൻകൂട്ടി റൂമും കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്ത് വരാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ലോക്കൽ ഗൈഡുകൾ ഒരുപാടുണ്ടായിരിക്കും. നല്ല ആൾക്കാരും ഉണ്ടായിരിക്കും, അതിൽ തന്നെ മോശം ആൾക്കാരും ഉണ്ടായിരിക്കും. പറ്റിക്കപ്പെടാതെ മാക്സിമം ശ്രദ്ധിക്കുക. എല്ലാവരും മുൻകൂട്ടി ബുക്ക് ചെയ്ത് പ്ലാൻ ചെയ്ത് തന്നെ വരിക. റൂമിലൊക്കെ ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ കറങ്ങാനായിട്ട് ഇറങ്ങിയതായിരുന്നു. റൂമിൻ്റെ വിശേഷങ്ങൾ കാണിക്കാൻ പറ്റിയില്ല, കറണ്ടിൻ്റെ പ്രശ്നങ്ങളൊക്കെ കാരണം ചാർജ് എല്ലാം കഴിഞ്ഞിരുന്നു. ഇതെവിടെ പറഞ്ഞിട്ട് കുറേ വഴിയുണ്ട് അങ്ങോട്ട്. അയ്യവാ, നമ്മളിപ്പോൾ കോക്കേഴ്സ് വാക്കിലാണ്. ഇവിടുത്തെ ഒരു വ്യൂവും കാര്യങ്ങളൊക്കെ രക്ഷയില്ല. താഴത്ത് ഫുള്ള് കോട നിറഞ്ഞ് അടിപൊളി. നമ്മളെ പിള്ളേരുണ്ട് കൂടെ. ഇപ്പം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരും. എല്ലായിടത്തും നമുക്ക് ഇത് തരില്ലട്ടാ, പിന്നല്ല കാണാനുള്ളത് കണ്ടിട്ട്. കൊടൈക്കനാൽ വരുന്നവർ ബോട്ടിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ ഈവനിങ് ടൈമിലോട്ട് മാറ്റി വെച്ചിട്ട് ഫസ്റ്റ് തന്നെ നമുക്ക് ഈ ഒരു കോക്കേഴ്സ് വാക്ക് കാണാം. അതേ വഴി തന്നെയാണ് നമുക്ക് പില്ലർ റോക്കും അതുപോലെ ഗുണാക്കേവും കാര്യങ്ങളൊക്കെ വരുന്നത്. നമ്മൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുന്നത് പില്ലർ റോക്ക് കാണാനായിട്ടാണ്. ഇനി അതിൻ്റെ വിശേഷങ്ങളൊന്ന് കണ്ടിട്ട് വരാം. ഫ്രീ ആയിട്ട് തരാന്ന് വെച്ചിട്ട് ഐ ലവ് ഫോട്ടോ.
No Google Pay here. What a silly post. ഇതാണ് നമ്മുടെ പില്ലർ റോക്സ് എന്ന് പറയുന്നത്. നല്ല ക്ലൗഡി ആയിട്ടുള്ളൊരു ക്ലൈമറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്കത് ശരിക്കും അങ്ങോട്ട് വിസിബിളായിട്ട് കാണുന്നില്ല. നിങ്ങൾ വരുന്ന ടൈമിൻ്റെ ഒരു ഭാഗ്യം പോലൊക്കെ ഇരിക്കും നിങ്ങൾക്ക് ഈ ഒരു കാഴ്ച എങ്ങനെയുണ്ടെന്നുള്ളത്. കുറേ നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊന്ന് ക്ലിയർ ആയിട്ട് നല്ല വൃത്തിക്ക് കാണാനായിട്ട് പറ്റുള്ളൂ. കൊടൈക്കനാൽ വന്നപ്പോൾ നമ്മുടെ പില്ലർ റോക്കിൻ്റെ അവിടെ നമ്മുടെ നാട്ടിലൊരു ചേച്ചി കണ്ടിട്ടുണ്ട്. ചേച്ചി നമ്മുടെ ആലപ്പുഴക്കാരി ചേച്ചിയാണ്. ചേച്ചിയുടെ കട വന്നപ്പോൾ ചേച്ചി വയറ് നിറച്ച് ചോക്ലേറ്റൊക്കെ തിന്നാൻ തന്നു. അപ്പോൾ നമ്മളും അതിനനുസരിച്ച് വാങ്ങിച്ച് കൂട്ടിയിട്ടുണ്ട്. ചേച്ചിയോട് റേറ്റും കാര്യങ്ങളൊക്കെ ചോദിച്ചു നോക്കാം. ചേച്ചി അപ്പോൾ ചോക്ലേറ്റിന്റെ റേറ്റും കാര്യങ്ങളും 1/4 കിലോ വന്ന് 150 രൂപ, 1/2 കിലോ 300 വരും, 1 കിലോ 600. നല്ല ഫസ്റ്റ് ക്വാളിറ്റിയാണ്. ടേസ്റ്റ് നോക്കി മേടിക്കാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കഴിച്ച് ഇഷ്ടപ്പെട്ട് മേടിച്ചോളാം. ചോക്ലേറ്റ് വേണോടാ? ഇതൊക്കെ ആകുമ്പോൾ ഭയങ്കര വില കുറവുള്ളൂട്ടാ. സെക്കൻഡ് ക്വാളിറ്റിയാണ്. നമുക്ക് റേറ്റ് കുറഞ്ഞ കിട്ടണമെങ്കിൽ നല്ല റേറ്റ് കുറഞ്ഞത് കിട്ടും. ഫസ്റ്റ് ക്വാളിറ്റി ചോക്ലേറ്റുകളൊക്കെ ഇവിടെ അടിയിലുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് പില്ലർ റോക്കിൻ്റെ അവിടെ വന്നു കഴിഞ്ഞാൽ ഇതേ ഇവിടെ ഇട്ട് കാണാൻ പറ്റും. ഇത്തരം സ്ഥലങ്ങളിൽ വരുന്നവർ മാക്സിമം കയ്യിൽ പൈസ കരുതുക. കാരണം ഇവിടെ എവിടെയും ഗൂഗിൾ പേ ഒന്നും ഉണ്ടായിരിക്കില്ല, റേഞ്ച് ഇല്ലാത്തതുകൊണ്ട് തന്നെ. അപ്പോൾ എല്ലാവരും ക്യാഷ് കയ്യിൽ കരുതുക. നമ്മളങ്ങനെ സുഭാഷിൻ്റെ സ്വന്തം ഗുണാക്കേവ് കാണാനായിട്ട് പോവുകയാണ്. ഇനി നമ്മൾ കാണാനായിട്ട് പോകുന്ന നമ്മളെ സ്വന്തം ഡെവിൾസ് കിച്ചൺ അഥവാ മഞ്ഞുമൽ ബോയ്സ് വഴി ഫേമസ് ആയിട്ടുള്ള നമ്മുടെ സ്വന്തം ഗുണാക്കേവ് കാണാനായിട്ടാണ്. ഒരുപാട് നിഗൂഢതകളും കാര്യങ്ങളൊക്കെ ഒളിഞ്ഞിരിക്കുന്ന ഒരു സ്ഥലമായിട്ടാണ് ഇതിനെ കണ്ടുവരുന്നത്. ഇവിടുത്തെ പല ആളുകൾക്കും പല രീതിയിലുള്ള കഥകളാണ് ഇതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ പറയാനായിട്ടുള്ളത്. അപ്പം നമുക്ക് സിനിമ വഴി കണ്ടുപരിചയമുള്ള ആ ഒരു സ്ഥലം നേരിട്ട് കണ്ട് മനസ്സിലാക്കിയിട്ട് വരാം.
ഞങ്ങൾ 5 പേര് ഒരുമിച്ചാണ് വന്നിട്ടുള്ളത്. ഞാനും ദർശനും താഴെ ഉണ്ടായിരുന്നു. ബാക്കി 3 പേര് മുകളിൽ ഈ ഒരു വേരുകളൊക്കെ കീഴടക്കി മുകളിൽ കയറി ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട് പോയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അവരെ തിരഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്. എളുപ്പമില്ല അതിന് മുകളിൽ കയറി പറ്റാനായിട്ട്. ഇവിടെ ഫോട്ടോ എടുക്കാതെ പോകുന്ന ആരും തന്നെ ഉണ്ടാവില്ല. എല്ലാവരും ആദ്യം തന്നെ ചാടി കയറി ഫോട്ടോ എടുക്കലാണ് പണി. അടുത്ത നമ്മുടെ സ്ഥലം എന്ന് പറയുന്നത് പൈൻ ഫോറസ്റ്റ് ആണ്. ഗുണാക്കേവ് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് വരുമ്പോൾ ആ ലൈനിൽ തന്നെയാണ്. 1 മണിക്കൂറിൻ്റെ സമയം. ശരിക്കും ഇതിനേക്കാളും നല്ലത് ഗുണാക്കേവ് കണ്ട് ഇവിടുന്ന് പോകുന്നതാണ്. കാരണം ഇവിടെ അത്ര കാണാനായിട്ടൊരു വൃത്തിയൊന്നും തോന്നിയില്ല. മൊത്തം മോശമായിട്ടുള്ളൊരു സാഹചര്യത്തിലാണ് പൈൻ ഫോറസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നത്. പൈൻ ഫോറസ്റ്റിൽ അധികം സമയം ചിലവഴിക്കാതെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. പോകുന്ന വഴി എന്ന് പറയുന്നത് അതൊരു വേറെ അനുഭവം തന്നെയായിരുന്നു. മുഴുവനായിട്ടും കോട മൂടിയ ആ ഒരു വഴിയിലൂടെ അതിനെ മുറിച്ച് മറികടന്നുകൊണ്ട് നമ്മളിങ്ങനെ നേരിൽ പോവുക. ഇത് ഫോണിൽ നമ്മൾ വീഡിയോയിൽ കാണുന്നതിനേക്കാൾ ഒരുപാട് രസമായിട്ടാണ് നേരിട്ട് കാണുമ്പോഴുള്ള ഒരു അനുഭവം എന്ന് പറയുന്നത്. വളരെ മനോഹരമായിട്ടുള്ള കൊടൈക്കനാൽ ലേക്കാണ് നമ്മളിപ്പോൾ കാണുന്നത്. നമുക്ക് ഈ ഒരു റോഡ് ഈ ഒരു ലേക്കിനെ ഫുൾ കവർ ചെയ്തിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഒരു സൈക്കിൾ എടുത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ ഒരു ലേക്ക് കംപ്ലീറ്റ് നമുക്ക് കണ്ടു തീർക്കാനായിട്ട് പറ്റും. ഇവിടെ സൈക്കിൾസും കാര്യങ്ങളൊക്കെ റെൻറ്റിനൊക്കെ അവൈലബിൾ ആണ്. വൈകുന്നേര സമയങ്ങളിൽ ലേക്ക് ചൂസ് ചെയ്യായിരിക്കും കുറച്ചുകൂടെ നല്ലതായിട്ട് എനിക്ക് തോന്നുന്നത്. ഇതുപോലെ ഇവിടെ ഒരുപാട് സൈക്കിൾസൊക്കെ റെൻറ്റിനായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതെടുത്ത് നമുക്ക് വൈകിട്ടൊക്കെ ഈവനിങ് ടൈമിൽ റൗണ്ടൊക്കെ അടിച്ചിങ്ങനെ വരാം. നമ്മളങ്ങനെ ഇവിടുത്തെ സ്ട്രീറ്റിലേക്ക് നടക്കാറിയൊക്കെയാണ്. ഹോട്ട് ചോക്ലേറ്റ്. ഇത്തരത്തിൽ കുതിരകളിവിടെ സർവ്വസാധാരണമാണ്. നമുക്കിതിൽ റൈഡൊക്കെ പോകാനൊക്കെ ആയിട്ട് പറ്റും. ഇതിനൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. പക്ഷേ ഈ ഒരു ഏരിയയിൽ നമുക്ക് വളരെ വൃത്തികേടായിട്ട് തോന്നും. നല്ല സ്മെല്ലും അത്തരത്തിൽ ഹൈജീനിക് അല്ലാത്തൊരു സിറ്റുവേഷനാണ് ഈ ഒരു ഏരിയ മുഴുവൻ. വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ ലേക്കിൽ ഇതുപോലെ വാട്ടർ ആക്ടിവിറ്റീസ് പോലത്തെ സംഭവങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കും. നമ്മൾ രാത്രി കാഴ്ചകൾ കാണാനായിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ നമ്മളിവിടെ ഒരു നല്ല തട്ടുകടയിൽ നല്ല ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടാക്കണം കണ്ടപ്പോൾ ഇങ്ങനെ കയറിയതാണ്. ഞങ്ങൾക്ക് വേണ്ടിയുള്ള ചിക്കൻ ഫ്രൈഡ് റൈസാണ് അണ്ണൻ ഈ ചട്ടിയിലിട്ട് റെഡിയായിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ നല്ല ക്ഷമയോട് കൂടി കാത്തിരിക്കുകയാണതൊന്ന് കേട്ടിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട്. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. നല്ലൊരു ചിക്കൻ ഫ്രൈഡ് റൈസ് കഴിച്ച് കഴിഞ്ഞപ്പോൾ നല്ലൊരു ചായ കുടിക്കണമെന്നൊരു മോഹം. നല്ലൊരു കട്ടൻ ചായ തന്നെ ആയിക്കൊള്ളാമെന്ന് വിചാരിച്ചു. ഈ ഒരു ചായ കുടിച്ച് ഇന്നത്തെ രാത്രി അങ്ങനെ അവസാനിപ്പിച്ചിട്ട് നാളെ കൊടൈക്കനാലിൻ്റെ പൂണ്ടി വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാം. മറ്റൊരു വീട്ടിൽ കാണാം. ബൈ ബൈ.